ഹലോ, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഈ സ്ലീവ് കർവ് എങ്ങനെയാണ് യൂസ് ചെയ്യുക, ഇതെന്താണ് സംഗതി എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ദീപക് എന്നുള്ള ബ്രാൻഡിൻ്റെ സ്ലീവ് കർവാണ് മേടിച്ചിട്ടുള്ളത്. 40 രൂപയാണ് കേട്ടോ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളപ്പോൾ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം മെഷർമെൻറ്റ്സും ഒക്കെ മാർക്ക് ചെയ്തിട്ടാണ് മാർക്കിങ് കുറച്ച് കൂടുതലാണെന്ന് തോന്നാറുള്ളവരുണ്ടാവും കേട്ടോ. ബിഗിനേഴ്സിന് അതൊരു കഷ്ടപ്പാടായിട്ട് ഫീൽ ചെയ്യുന്നവരുണ്ടാവും. നമ്മൾ സാധാരണയായിട്ട് ഫ്രഞ്ച് കർവ് വെച്ചിട്ടാണ് സ്ലീവ് മാർക്ക് ചെയ്തെടുക്കുക. അതല്ലാതെ കൈ കൊണ്ട് തന്നെ ഷേപ്പ് കൊടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പലരും പല രീതിയിലാണ് സ്ലീവ് മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് നമ്മുടെ മുല്ലയ്ക്കൽ ടൈലർ ബേർഡ് സൂര്യ ഫോളോ ചെയ്യുന്ന മെത്തേഡാണ്. ആ കുട്ടിയുടെ വീഡിയോ നോക്കിയിട്ട് അത് ചെയ്തപ്പോൾ എനിക്കത് നല്ല കറക്റ്റായിട്ട് ഫിറ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ പിന്നെ ഞാൻ ആ മെത്തേഡാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്കതിനകത്ത് അക്രോസ് ഫ്രണ്ട് മെഷർമെൻറ്റൊക്കെ നോക്കി കറക്റ്റായിട്ടാണ് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് വെട്ടണതും അത് കുഴിച്ച് മാർക്ക് ചെയ്യണതൊക്കെ കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യണത്. ആ വീഡിയോ വേണ്ടവർ കുട്ടിയുടെ ചാനലിൽ പോയിട്ട് നോക്കിയിട്ട് കണ്ടോളൂ കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു കൺവെൻഷണൽ മെത്തേഡ്. ഇനി നമ്മൾ ഈ സ്ലീവ് കർവ് യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുമ്പോൾ കുറേ കൂടെ ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതായത് ഒരു 50% മെഷർമെൻറ്റ് അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഇല്ലാതെ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ഈ ബേസിക് ആയിട്ടുള്ള 3 ലൈൻ ഉണ്ടോ, അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തത് 3 ഇഞ്ചിൽ ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് പല മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ ബോഡിയിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളെങ്ങനെയാണോ അത് മാർക്ക് ചെയ്യണത് ആ രീതിയിൽ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ സ്ലീവിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്, സീം എലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്, സ്ലീവിൻ്റെ വിഡ്ത്ത് അതായത് സ്ലീവിൻ്റെ വണ്ണം മാർക്ക് ചെയ്യണം കേട്ടോ. ആ മാർക്കിങ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കിംഗ് ആണ്. അതിപ്പോൾ ഈ സ്ലീവ് കർവ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്ന ഈ ഒരു മാർക്കില്ലേ സ്ലീവ് വിഡ്ത്ത്, ഈ ക്യാപ്പ് ഹൈറ്റിൻ്റെ ലൈനിൽ വരുന്ന സ്ലീവ് വിഡ്ത്ത് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആ സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം എന്താ ഈ ഒരു സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് അതായത് ആ നേരിയ ഭാഗം മുകളിലേക്ക് വരുന്ന പോലെ വെച്ചിട്ട് ബാക്ക് ആം ഹോൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ സ്കെയിലിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് ആം ഹോൾ മാർക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഇത് ജസ്റ്റ് സ്കെയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാർക്ക് ചെയ്തതാണ്. നല്ല സ്മൂത്ത് കർവ് കിട്ടുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് സ്ലീവ് ഇതാ ഇങ്ങനെ നമ്മൾ വരച്ച അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയ മാർക്കിങ്ങിൽ ഷേപ്പ് ചെയ്തിട്ട് വരച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്ക് ആം ഹോളിൽ നിന്ന് ഫ്രണ്ട് ആം ഹോളിലേക്കുള്ള കുഴിവ് കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ബാക്ക് ആം ഹോളിൽ നിന്ന് പിടിച്ച് കറക്റ്റ് ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ എത്രയാണ് നിങ്ങളുടെ എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ആ പോയിന്റിലേക്ക് സ്കെയിലിനെ അലൈൻ ചെയ്തിട്ട് ഫ്രണ്ട് ആം ഹോൾ കുറച്ചും കൂടെ കൃത്യമായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു ടൂളാണ്, വാങ്ങി നോക്കാവുന്നതാണ്. ഏതാണ് ആക്യുറേറ്റ് മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെല്ലാ മെഷർമെൻറ്റും വെച്ച് മാർക്ക് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡാണ് കേട്ടോ.